ഭൂമിയുടെ 71% ജലമാണെന്ന് നമ്മൾക്കറിയാം. എന്നാൽ 100% ജലം നിറഞ്ഞ ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ ഗാലക്സിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെ വാട്ടർ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ 10 മടങ്ങ് വലുതാണ്. ഇവയുടെ അന്തരീക്ഷം വളരെ കട്ടിയുള്ള ഹൈഡ്രജനും തീവ്രമർദ്ദമുള്ളതുമാണ്. അതിനാൽ ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇവയുടെ കടലിൻ്റെ ആഴങ്ങളിൽ ജീവനുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ഓക്സിജന്റെ കുറവ് മൂലം ഭൂമിയിലെ പോലെ സൂക്ഷ്മജീവികൾ പരിണമിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ആർക്കും കൃത്യമായി അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ആരും പോയിട്ടുമില്ല. അഥവാ ആരെങ്കിലും അതിനുള്ളിൽ പോയാൽ അവർ എന്താണ് കണ്ടതെന്ന് നമ്മൾക്ക് അറിയുവാനും കഴിയില്ല. ഇതിനു കാരണം ബ്ലാക്ക് ഹോളിൽ നിന്നും ഒന്നും പുറത്തേക്ക് വരാറില്ല. പ്രകാശം, ശബ്ദം, ദ്രവ്യം എന്നിവയ്ക്ക് പോലും പുറത്തേക്ക് വരാൻ കഴിയില്ല. എന്നാൽ ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റിയിൽ പറയുന്നത് ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ കടന്നാൽ മറ്റൊരു യൂണിവേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അതിനർത്ഥം നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ ആയിരിക്കാം. ഒരു മനുഷ്യൻ ഒരു തവണ കണ്ണു ചിമ്മാനെടുക്കുന്ന സമയം ശരാശരി 0.25 സെക്കൻഡാണ്. ഈ ഒരു സമയത്തിൽ തന്നെ പല കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു തവണ കണ്ണ് ചിമ്മുമ്പോൾ പ്രകാശം ഭൂമിയുടെ ചുറ്റളവിലൂടെ 2 തവണ സഞ്ചരിക്കും. 20 ലക്ഷം റെഡ് ബ്ലഡ് സെൽസുകൾ നിങ്ങളുടെ ശരീരത്തിൽ ജനിക്കും. 10,000 പുതിയ നക്ഷത്രങ്ങൾ നിരീക്ഷിക്കുവാൻ കഴിയുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടായി വരും. 300 നക്ഷത്രങ്ങൾ സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ നശിക്കും. ഏകദേശം 50 പുതിയ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകും. പ്രപഞ്ചം 5 ലക്ഷം കിലോമീറ്റർ വലുതായി വികസിക്കും. മിൽക്കി വേ ഗാലക്സി 250 കിലോമീറ്റർ ദൂരം ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കും. ഇതൊക്കെയാണ് ആ ഒരൊറ്റ 0.25 സെക്കൻഡിൽ നടക്കുക. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തിൽ ശരാശരി 50 കോടി തവണ കണ്ണ് ചിമ്മാറുണ്ട്. അടുത്ത തവണ കണ്ണ് ചിമ്മുമ്പോൾ ഇതൊക്കെയൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സൗരയൂഥം ഉണ്ടായ സമയത്ത് വാസയോഗ്യമായ 3 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് ഭൂമി, ശുക്രൻ, ചൊവ്വ. ഈ 3 ഗ്രഹങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇവയിൽ സമുദ്രവും പുഴയും ഉണ്ടായിരുന്നു. എന്നാൽ ശുക്രനും ചൊവ്വയ്ക്കും പിന്നീട് എന്താകും സംഭവിച്ചത്? നമുക്ക് നോക്കാം. ശുക്രൻ അല്ലെങ്കിൽ വീനസ് എന്ന ഗ്രഹത്തെ നോക്കുകയാണെങ്കിൽ അത് ഭൂമിയേക്കാൾ 30% സൂര്യനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് ശേഷം വീനസിന്റെ പച്ചപ്പ് നഷ്ടപ്പെടുകയും സമുദ്രജലം നീരാവിയായി പോകുകയും ചെയ്തു. ഇനി ചൊവ്വ അല്ലെങ്കിൽ മാർസിനെ നോക്കുകയാണെങ്കിൽ അത് സൂര്യനിൽ നിന്നും വളരെ അകലെ ആയതുകൊണ്ട് മാർസിന്റെ കോർ തണുത്തു പോകുകയും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടമാകുകയും ചെയ്തു. അതുമൂലം സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് മാർസിലെ ജലത്തെ നീരാവിയാക്കി മാറ്റി. എന്നാൽ ഭൂമി ഇവ രണ്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും വാസയോഗ്യമായി തുടരുന്നു. ശനി അഥവാ സാറ്റേൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഇതായിരിക്കും. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശനിയുടെ രൂപം ഇങ്ങനെയല്ലായിരുന്നു. ശനിക്ക് അതിനെ വ്യത്യസ്തമാക്കുന്ന വളയങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ എങ്ങനെയാവും അതിന് ആ വളയം ഉണ്ടായത്? നമുക്ക് നോക്കാം. ആദ്യകാലത്ത് ശനിക്ക് ഐസ് കൊണ്ട് നിർമ്മിതമായ ക്രിസാലിസ് എന്നൊരു ഉപഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ക്രിസാലിസിനേക്കാൾ വലിപ്പമേറിയ ടൈറ്റൻ എന്ന ശനിയുടെ മറ്റൊരു ഉപഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുൾ മൂലം ശനിയോട് അടുക്കുകയും ശനിയുടെ ശക്തമായ ഗ്രാവിറ്റേഷണൽ പുൾ മൂലം ക്രിസാലിസ് തകർന്ന് ഐസ് കട്ടകളും പൊടിപടലങ്ങളുമായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവ ശനിക്കു ചുറ്റും ഒരു വളയമായി മാറുകയും ശനിയെ വലം വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ വളയങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു കാരണം ശനിയുടെ ശക്തമായ ഗ്രാവിറ്റേഷണൽ പുൾ മൂലം വളയങ്ങളിലുള്ള വസ്തുക്കൾ ശനിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇവ പൂർണ്ണമായും ഇല്ലാതാവും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.